ഇതിൽ നമ്മൾ കണ്ടല്ലോ, സത്യത്തിൽ കേരളം ഒരു വെള്ളരിക്കപ്പെട്ടതാണോ തോന്നിപ്പോകും. 4.5 കൊല്ലം മുമ്പ് സമർപ്പിച്ച 2019 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തത്. 4.5 കൊല്ലം ആ റിപ്പോർട്ടിൽ അടയിരുന്നു. 1 കോടിയിലധികം രൂപ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ട്. അന്ന് ഈ കമ്മിറ്റിയെ പ്രഖ്യാപിക്കുമ്പോൾ ഈ ഗവൺമെന്റ് പറഞ്ഞത് സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്നത് എന്നാണ്. അത് സത്യമായിരുന്നുവെങ്കിൽ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ നടപടിയെടുക്കണ്ടേ? എന്തിനാ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നത്? യാഥാർത്ഥ്യം മനസ്സിലാക്കാനാണ്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയിട്ട് 4.5 കൊല്ലാണ് അതിലടയിരുന്നത്. അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനലബ്ധിയിലുമൊക്കെ അതിൽ കുറ്റാരോപിതരായി അറിയപ്പെട്ട ആളുകൾക്ക് സ്ഥാനങ്ങളും നൽകി. ചിലരെ മന്ത്രിമാരാക്കി, ചിലരെ MLA-മാരാക്കി, ചിലരെ ചെയർമാൻമാരാക്കി. ഇതൊക്കെ ചെയ്തു. ഇത്തരം ആളുകളെ കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടായിട്ടാണ് അതിൽ പേര് പരാമർശിക്കപ്പെട്ട കുറ്റാരോപിതരായ ആളുകളെ ഉന്നത സ്ഥാനങ്ങൾ കൊടുത്ത് ബഹുമാനിച്ചത്. അപ്പൊ ഈ ഗവൺമെന്റ് സ്ത്രീ പക്ഷമാണോ? സ്ത്രീ സുരക്ഷയ്ക്ക് ഈ ഗവൺമെന്റ് എന്ത് പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അതിൽ അടയിരുന്ന ഗവൺമെന്റ് ഈ വസ്തുത സമൂഹത്തെ അറിയിക്കുകയോ അതിൽ അന്വേഷണം നടത്തുകയോ ചെയ്യാതിരുന്ന ഒരു ഗവൺമെന്റ് ഇത് പുറത്തു വന്നു. കോടതി പറഞ്ഞപ്പോഴാണ് ഇത് പുറത്തു കൊടുക്കുന്നത്. പുറത്ത് കൊടുത്തിട്ടും എന്തൊക്കെ ഉപാധികളാണ് ഈ ഗവൺമെന്റ് പറഞ്ഞത്? ഒരു കുറ്റകൃത്യം നടന്നാൽ പരാതിക്കാരൻ വീണ്ടും പരാതി കൊടുത്താലേ അന്വേഷണം നടക്കൂ എന്നാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞത്. നമുക്കെല്ലാവർക്കും നിയമം അറിയുന്ന ആളുകളാണ്. ഒറ്റ ഉദാഹരണം, കൽക്കത്തയിൽ ഒരു ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി പീഡിപ്പിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. അതിനെതിരെ കേസെടുത്തു. ആ കേസെടുത്തത് ആ ഡോക്ടറുടെ അച്ഛനോ അമ്മയോ കുടുംബക്കാരോ ബന്ധുക്കളോ പരാതി പറഞ്ഞിട്ടല്ല. ഒരു കുറ്റകൃത്യം നടന്നാൽ ഗവൺമെന്റിന് കേസെടുക്കാം, പോലീസിന് കേസെടുക്കാം, എന്നിട്ട് അന്വേഷണം നടത്താം. ആ അന്വേഷണത്തിന്റെ അവസരത്തിൽ സാക്ഷികളോട് മൊഴിയെടുക്കുക, പ്രതികളെ ചോദ്യം ചെയ്യുക. ഈ യാഥാർത്ഥ്യം അറിയാവുന്നവരല്ലല്ലോ ഗവൺമെന്റ്. ഇനി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അറിയുന്നില്ലെങ്കിൽ ഗവൺമെന്റ് ശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന നൂറുകണക്കിന് വക്കീലന്മാരുണ്ട്, ഇല്ലേ സത്സേവ? ആ ഉണ്ട്. ഇവരോട് ആരുടെങ്കിലും ചോദിച്ചൂടെ? ഈ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ പോലും പറഞ്ഞത് പരാതി വന്നാൽ കേസെടുക്കാം. അപ്പോഴാണ് ഹൈക്കോടതി ചോദിച്ചത് പരാതി ഇല്ലാതെ കേസെടുത്തൂടെ? ഹൈക്കോടതിയുടെ മുന്നിൽ നാണം കെട്ട ഗവൺമെന്റാ. പരാതിയില്ലാതെ ക്രിമിനൽ കുറ്റങ്ങളിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി കേരളീയരെ മുഴുവൻ വഞ്ചിക്കുകയല്ലേ, അപമാനിക്കുകയല്ലേ? അപ്പൊ ആദ്യം മുതലേ ഇതിൽ കളികളുണ്ട്. ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത, മന്ത്രിയുടെ പേര് വരുന്നു, MLA-യുടെ പേര് പറയുന്നു, പാർട്ടി പ്രവർത്തകരുടെ പേര് പറയുന്നു, ചെയർമാൻമാരുടെ പേര് പറയുന്നു. ഇതൊക്കെ നടക്കുന്നു. അപ്പോൾ ഇതില് എന്തുകൊണ്ടാണ് ഇത് പൂഴ്ത്തിവെച്ചത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ കേരളീയ സമൂഹത്തിന് കിട്ടി. ഈ പുറത്തു വന്ന തെളിവുകളൊക്കെ വ്യക്തമാക്കുന്നത് ഈ ഗവൺമെന്റ് ഇത് ബോധപൂർവം പൂഴ്ത്തിവെച്ച് തന്നെയാണ് സ്വന്തക്കാരെ രക്ഷിക്കാൻ എന്ന് വ്യക്തമാകുകയാണ്. ഒരുപാട് പരാതികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേരുടെ കുറിച്ചുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് ഏത് പാർട്ടിയാണ്, ഏത് പ്രദേശക്കാരനാണ്, ഏത് ജാതിയാണ് എന്നൊന്നും പ്രശ്നമില്ല. കുറ്റം ചെയ്തിട്ടുണ്ടോ ശിക്ഷിക്കപ്പെടണം. അവരെ ശിക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് നട്ടെല്ലുണ്ടോ എന്നതാണ് ചോദ്യം. മാത്രമല്ല ഇവിടെ കള്ളന്മാരെ താക്കോലേൽപ്പിക്കുകയാണ്. ഇതിനെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയ ആളുകൾ, ഈ വിഷയം പരിശോധിക്കാൻ ഏർപ്പെടുത്തിയ ആളുകളൊക്കെ കുറ്റാരോപിതരാണ് പല കേസുകളിലും. IAS രംഗത്തുള്ള അന്വേഷിക്കാൻ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പരാതികളുണ്ട് പോലും ഇതുപോലുള്ള. സിനിമാ മേഖലയിൽ നിന്ന് ഇതിനുവേണ്ടി
നിയോഗിച്ച ആളാണ് ഏറ്റവും കൂടുതൽ വലിയ കുറ്റാരോപിതൻ. അപ്പൊ കള്ളന്മാരെ താക്കോൽ ഏൽപ്പിച്ചിട്ട് എന്ത് കാര്യം കേരളത്തിൽ നടക്കാൻ? ഗവൺമെന്റിന് ഈ കാര്യത്തിൽ യാതൊരു ആത്മാർത്ഥതയില്ല. ഒരു തൊഴിൽ മേഖലയിൽ ഇത്രത്തോളം പീഡനങ്ങൾ നടന്നിട്ട് ഗവൺമെന്റ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. അത് കേരളീയ സമൂഹം മനസ്സിലാക്കും, അവർക്ക് ചെയ്യേണ്ടി വരും. കേരളത്തിലെ സ്ത്രീകൾ, അവർ നമ്മുടെ സഹോദരിമാരാകാം, അമ്മമാരാകാം, അതുപോലുള്ള നമ്മുടെ സ്വന്തം ആളുകളാണ് ഇവരൊക്കെ. അവരൊരു തൊഴിലിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ ഉന്നത പദവികൾ കൊടുത്ത് ആദരിക്കുകയാണ് ഗവൺമെന്റ്. ഞങ്ങൾ പറയുന്നത് അടിയന്തരമായി ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ നൽകണം. കേരളീയ സമൂഹത്തിന്റെ സംസ്കാരം, അവരുടെ ഉത്ബുദ്ധത, അത് തെളിയിക്കാൻ കഴിയണം നമുക്ക്. ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ അപമാനിതരാണ്. അത് മാറ്റിയെടുക്കാൻ അടിയന്തരമായ നടപടികൾ ഉണ്ടാക്കണം. സ്വന്തക്കാരാണ് എന്ന് കരുതി ഇത് മറച്ചുവെക്കാനും കുറ്റാരോപിതരെ രക്ഷിക്കാനുമുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നതെങ്കിൽ ശക്തമായ പ്രതികരണം കേരളീയ സമൂഹത്തിൽ നിന്നുണ്ടാകും. മുസ്ലിം ലീഗും UDF-ഉം ഇരകളുടെ കൂടെ നിൽക്കും. അവർക്ക് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകാൻ മുസ്ലിം ലീഗും UDF-ഉം തയ്യാറാണ്. സാംസ്കാരിക വകുപ്പിന്റെ വീഴ്ച തന്നെയല്ലേ ഇത് കാണിക്കുന്നത്? സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ഒരു മേഖലയിൽ ഇത്രത്തോളം കാര്യങ്ങൾ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 കൊല്ലം 15 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളൊക്കെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 4.5 കൊല്ലം മുമ്പ് പുറത്തു വന്നിരുന്നെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്നതെങ്കിലും അവസാനിപ്പിക്കാമായിരുന്നില്ലേ? അതിനുശേഷം അപമാനിക്കപ്പെട്ട നമ്മുടെ സഹോദരിമാർ, അതിന് ഉത്തരവാദി ഈ ഗവൺമെന്റും സാംസ്കാരിക വകുപ്പും അല്ലേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഇതിൽ കുറ്റക്കാരാണ് എന്ന കാര്യത്തിൽ കേരളീയ സമൂഹം അവരങ്ങനെ തന്നെ കാണുമെന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല.